ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ അതുപോലെ തന്നെ പൊടികളൊന്നും കുറുക്കി ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം. വീട്ടിലെപ്പോഴുള്ള ഒരു ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ട് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു അപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 6 മണിക്കൂറോളം നന്നായിട്ട് തന്നെ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തേക്കണം. അപ്പം ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കൂടി പോരുത്, വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അരിയെടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 കപ്പ് അളവിൽ ചോറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരി അരച്ചതിലേക്ക് ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ അതുപോലെ തന്നെ കപ്പി കാച്ചൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള ഒരു ഐറ്റം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തേങ്ങാവെള്ളം പുളിപ്പിച്ചെടുത്തതാണ്. ഞാനിപ്പോൾ എങ്ങനെയാണ് തേങ്ങാവെള്ളം പുളിപ്പിച്ചെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങയുടെ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 20 മണിക്കൂർ അങ്ങനെ തന്നെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. 20 മണിക്കൂറിന് ശേഷം നമ്മുടെ തേങ്ങാവെള്ളം നന്നായിട്ട് തന്നെ പുളിച്ച് കിട്ടും. അപ്പോൾ 20 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പം തയ്യാറാക്കുന്നില്ല എങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. പിറ്റേ ദിവസം ആയാലും നമുക്ക് അപ്പം തയ്യാറാക്കുന്ന സമയത്ത് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ പുളിപ്പിച്ചെടുത്തിട്ടുള്ള തേങ്ങാവെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചരി അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുത്. നമ്മൾ ലാസ്റ്റ് ഈ ഒരു തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പത്തിൻ്റെ മാവിൽ വെള്ളം കൂടി പോകരുത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയും ചോറും കൂടി അരയ്ക്കുന്ന സമയത്ത് ഈ ഒരു തേങ്ങാവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 8 മണിക്കൂർ അങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ 8 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാവെള്ളം പുളിപ്പിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് പുളിച്ച് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് തന്നെ പൊന്തി വരത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അപ്പച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് ബബിൾസൊക്കെ വരുന്ന സമയത്ത് വേണം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് അപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മാത്രം മതിയാവും. നല്ല സോഫ്റ്റ് അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പച്ചരി എടുത്താലും തേങ്ങാവെള്ളം പുളിപ്പിച്ചെടുക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇതൊരാഴ്ച മുന്നേ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പച്ചരി വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു അപ്പമാണ്. ഇതുപോലെ തന്നെ തേങ്ങാവെള്ളം പുളിപ്പിച്ചെടുത്ത് തയ്യാറാക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഏത് പച്ചരി എടുത്താലും നമ്മുടെ തേങ്ങാവെള്ളം കറക്റ്റായിട്ട് പുളിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്കിനി പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്